ഗൈസ് നിങ്ങൾക്കൊരു കോമ്പാക്ട് സി വേണം, അതേപോലെ തന്നെ നല്ല ഫീച്ചറിലുള്ള കാർ വേണം, അതേപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ലൊരു അഗ്രസീവ് ലുക്കുള്ള കാർ വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ കിയ സോണറ്റ്. ഇത് കിയ സോണറ്റിൻ്റെ HTX ആണ്. കിയ സോണറ്റിന് HTE, HTK, HTK പ്ലസ്, HTX, HTX പ്ലസ്, പിന്നെ ഇതിൻ്റെ GT വേരിയൻസ് ആയ GTXും GTX പ്ലസ് വേരിയൻസുമാണ് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ഈ കിയ സോണറ്റിൻ്റെ ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയൻ്റ് HTX ആണുള്ളത്. സോ നമുക്ക് ഇതിൻ്റെ റിവ്യൂ ഇട്ട് പോകും. ഗൈസ് വെൽക്കം ബാക്ക് ടു കരേര നേഷൻ. ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് വണ്ടിയുടെ കീ എന്ന് പറയുന്നത്. ലോക്ക് ബട്ടൺ, അൺലോക്ക് ബട്ടൺ, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ, പിന്നെ ഒരു ഹോൾഡ്. ഈ ഹോൾഡ് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ലോക്ക് ചെയ്യുന്നു, അതേപോലെ തന്നെ ഇത് രണ്ട് ഒരു 4-5 സെക്കൻഡ് പിടിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാവും. സ്റ്റാർട്ട് ആവേണ്ടതാണ്, പക്ഷെ ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. ഒരു സെക്കൻഡ് ഗൈസ്, കുറച്ച് ടഫായിട്ടുള്ളൊരു പരിപാടിയാണ്. ഒരു സെക്കൻഡ്. ഫൈനലി ഇപ്പോൾ വണ്ടി ഓൺ ആയിരിക്കുകയാണ്. കുറച്ച് ടഫായിരുന്നു ഇത്. ഇതിൻ്റെ സെറ്റിങ്സ് ഇത് മാറിക്കണം. ഇതിൻ്റെ ഓണറും ഓഫാക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓണാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായത്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാണ്, പക്ഷെ നമുക്ക് വണ്ടി ഒന്ന് ഓഫാക്കി വയ്ക്കാം, അല്ലെങ്കിൽ റിവ്യൂവിൽ അത് ജസ്റ്റ് ഒന്ന് ബാധിക്കും. സോ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് ലുക്കിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഗൈസ് വണ്ടി ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. സോ ഗൈസ് ഇതാണ് വണ്ടിയുടെ ലോഗോ, കിയയുടെ ലോഗോ. മുമ്പ് 2021 വണ്ടിയാണ്. 2020 വരെ കിയയുടെ മുമ്പ് വേറെ ലോഗോയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കറക്റ്റ് 2021 ഇവർ വണ്ടി എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഈ മുമ്പത്തെ ലോഗോ മാറി ഈ ഒരു കിയയുടെ ലോഗോ ആയിട്ടുണ്ട്. സോ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് വണ്ടിയുടെ ഹെഡ്ലൈറ്റ്സ് എന്ന് പറയുന്നത്. ക്രോം ജോം LED എന്നാണ് ഈ വണ്ടിയുടെ ഈ ഹെഡ്ലൈറ്റ്സിൻ്റെ പേര് വന്നിരിക്കുന്നത്. ഇത് 2 ലോ ബീമും ഇത് 2 ഹൈ ബീമും, അതേപോലെ തന്നെ ഒരു DRL വന്നിട്ടുണ്ട്. ഈ DRL തന്നെയാണ് പിന്നെ വണ്ടിയുടെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് മാറുന്നത്. സോ ഇതിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫോഗ് ലാമ്പ് കാണാൻ വരുന്നുണ്ട്. ഹാലജൻ പ്രൊജക്ട് ഫോഗ് ലാംപ്സ് ആണ് വരുന്നത്. യെല്ലോ ലൈറ്റ്സ് ആണ് ത്രോ ചെയ്യുന്നത്. അതിൻ്റെ സറൗണ്ടിങ്ങിലായിട്ട് നമുക്കൊരു ക്രോം എലമെൻറ്റ്സ് കാണാൻ പറ്റുന്ന ഒരു പിയാനോ ട്രീറ്റ്മെൻറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് വണ്ടിയുടെ ഗ്രില്ല് എന്ന് പറയുന്നത്. ഇത് കിയയുടെ തന്നെ ടൈഗർനോസ് ഗ്രില്ല് എന്നാണ് ഈ ഗ്രില്ലിനെ അവർ വിശേഷിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ക്രോം എലമെൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഓണർ അത് ഡീക്രോം ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ബാക്കിയുള്ള വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് എന്നൊക്കെ പറയുന്നത്. നമുക്ക് ബോണറ്റിൽ ചെറിയൊരു ഡിസൈൻ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡ് ലുക്കിലോട്ട് പോവാം. സോ ഗൈസ് ഇതാണ് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇതാണ് വണ്ടിയുടെ ടയർ. 16 ഇഞ്ചാണ് വരുന്നത്. ഇതിൻ്റെ ടയർ സൈസ് എന്ന് പറഞ്ഞാൽ 215/60 R16 ആണ് വരുന്നത്. ഒരു ഡയമണ്ട് കട്ട് അലോയിലുള്ള ഒരു ടയറാണ് വണ്ടിക്ക് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ IMT എന്നുള്ളൊരു ഇത് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. മീൻസ് ഇതൊരു IMT വേരിയൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഗിയർ വരുന്നുണ്ട്, പക്ഷേ ക്ലച്ച് വരുന്നില്ല. അത് നമുക്ക് ഇൻറ്റീരിയറിലോട്ട് പോകുന്ന സമയത്ത് ഞാൻ കാണിച്ചില്ല. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഔട്ട് സൈഡ് ORVM വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്രോം കളർ ഡോർ ഹാൻഡിലാണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ കീലെസ് എൻട്രി വരുന്നുണ്ട്. ഒരു ബട്ടൺ നിൽക്കാൻ നമുക്ക് ഓണാക്കാൻ പറ്റുന്ന രീതി ഡ്രൈവർ സൈഡിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ വരുമ്പോൾ ഡ്രൈവർ സൈഡിൽ അത് ആ ഫീച്ചർ വരുന്നില്ല ഗൈസ്. ഡ്രൈവർ സൈഡിൽ മാത്രമേ വരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതാണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് ക്വാർട്ടർ ഗ്ലാസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ മുകളിലായിട്ട് നമുക്കൊരു റൂഫ് റെയിൽസ് വരുന്നുണ്ട്. ആ റൂഫ് റെയിൽസ് വെറും ലുക്കിന് വേണ്ടി മാത്രമുള്ളതാണ്, അതൊട്ടും ഫംഗ്ഷൻ അല്ല. അതേപോലെ തന്നെ ഷാർഫിൻ ആൻറ്റിന വരുന്നുണ്ട്. റൂഫ് റെയിൽ ഒരു ബ്ലാക്ക്, അതേപോലെ തന്നെ ഒരു വണ്ടിയുടെ ബോഡി കളറായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ റൂഫ് റെയിൽസ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ബാക്ക് പോർഷനിലോട്ട് പോയാൽ ഇതാണ് ഗൈസ് വണ്ടിയുടെ ടൈൽ ലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതാണ് വണ്ടിയുടെ ടയർ ലൈറ്റ്സ് 1, 2, 3, 4, 5. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു LED ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. റിയർ LED ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാലജൻ റിവേഴ്സ് ലൈറ്റും, അതേപോലെ തന്നെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സുമാണ് വണ്ടിക്ക് വരുന്നത്. ഇവിടെ ഒരു റിഫ്ലക്റ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വേരിയൻറ്റിൽ നമുക്ക് 2021 നമുക്ക് റിയർ വൈപ്പർ വന്നിട്ടില്ല. പക്ഷേ ഇതിന് ശേഷം വന്നിരുന്ന പുതിയ ഫേസ് ലിഫ്റ്റ് HTX തന്നെ നമുക്ക് റിയർ വൈപ്പർ വന്നിരുന്നു. അതേപോലെ തന്നെ ഡീഫോഗർ വരുന്നുണ്ട്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. ചെറിയൊരു സ്പോയിലർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. ബാക്കി ഇവിടെ ആയിട്ട് കിയയുടെ ലോഗോ വരുന്നുണ്ട്. അതേപോലെ തന്നെ സോണറ്റിൽ നിന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് പിന്നെ 2 റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ TGDI എന്നുള്ള ബാഡ്ജിങ് വരുന്നുണ്ട്. 1, 2 2 റിവേഴ്സ് പാർക്കിംഗ് സെൻസറേ വരുന്നുള്ളൂ. ബാക്കിയുള്ള വണ്ടികളിലൊക്കെ 4 റിവേഴ്സ് പാർക്കിംഗ് സെൻസറാണ് ഈ ബാക്ക് സൈഡിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വണ്ടിക്കാകെ 2 റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ റിയർ സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഫേക്ക് എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. അത് തികച്ചും ഫേക്കാണ്. ഇതിൻ്റെ ഒറിജിനൽ എക്സോസ്റ്റ് ദാണ്ട് ഇവിടെ ആയിട്ടാണ് ഗൈസ് വരുന്നത്. അതാണ് വണ്ടിയുടെ ഒറിജിനൽ എക്സോസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് പിന്നെ നമ്മുടെ വണ്ടിയുടെ റിയർ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഗൈസ് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള താക്കോൽ ബൂട്ട് ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ഹുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാണ് ഗൈസ് വണ്ടിയുടെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ സ്പെയർ വീൽ കാണാൻ പറ്റുന്നുണ്ട്. സ്പെയർ വീൽ എന്തായാലും അലോയ് അല്ല, പക്ഷേ ഇത് സ്പെയർ വീലിൻ്റെ സൈസ് 195/65R50 ആണ്. എന്ന് വെച്ചാൽ വണ്ടിയുടെ നോർമൽ ടയേഴ്സിൻ്റെ 16 ഇഞ്ചാണ്, പക്ഷേ ഇത് സ്പെയർ വീല് 15 ഇഞ്ചാണ്. 1 ഇഞ്ച് അവർ കുറച്ചിട്ടുണ്ട് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു പാർസൽ ട്രേ വരുന്നുണ്ട് ഈ വണ്ടിക്ക്. ഇവിടെ ആയിട്ട് നമുക്കൊരു ഹുക്ക് വരുന്നുണ്ട്, നമുക്ക് ഈ ഡിക്കി അടയ്ക്കാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഹുക്ക് വരുന്നുണ്ട്. സോ ഇതാണ് വണ്ടിയുടെ റിയർ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പിന്നെ അതേപോലെ തന്നെ ഇത് ഒന്നുമല്ല, ഇത് നമ്മുടെ നമ്പർ പ്ലേറ്റിന് വേണ്ടിയുള്ള ഇരുട്ടത്ത് നമ്പർ പ്ലേറ്റിന് പ്രകാശം കൊടുക്കുന്നൊരു സാധനമാണിത്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് പോയിട്ട് ബാക്കി വണ്ടിയുടെ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് ഒക്കെ നോക്കാം. പിന്നെ പറയാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് പോവാം. ഇതാണ് വണ്ടിയുടെ ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഡോർ ഹാൻഡിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സിൽവർ ക്രോം ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് വണ്ടിയുടെ ORVMs അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫീച്ചർ വരുന്നുണ്ട്. ORVM ഫോൾഡ് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്. 4 പവർ വിൻഡോ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ വിൻഡോ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വണ്ടിയിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ഒരു അംബ്രല്ല ഹോൾഡറും കൂടെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് വണ്ടിയുടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് ബീച്ച് ട്രീറ്റ്മെന്റിലാണ് വണ്ടിയുടെ ഇന്റീരിയർ കൊടുത്തേക്കുന്നത്. അതേപോലെ കാണാൻ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. നമുക്ക് സീറ്റൊക്കെ കണ്ടറിയാം, അത്യാവശ്യം നല്ല ഒരു കുഷനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സീറ്റാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ഇന്റീരിയറിലോട്ട് ഇരുന്ന് ബാക്കിയുള്ള വിശേഷങ്ങൾ പറഞ്ഞു തരാം. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച വണ്ടിയുടെ കീ. നമുക്ക് ഈ കീ തൽക്കാലം ഇവിടെ പ്ലേസ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇവിടെ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള വണ്ടികളിലും വ്യത്യാസമായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് കൈ ഇട്ട് ഇങ്ങനെ അടയ്ക്കാൻ പറ്റുന്ന ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഇതാണ് ഗൈസ് വണ്ടിയുടെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ഒരു ലെതർ ട്രീറ്റ്മെന്റ് ഉള്ള ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വണ്ടിക്ക് വരുന്നത്. ഇവിടെ ആയിട്ട് കിയുടെ ലോഗോ വരുന്നുണ്ട്. ക്രൂസ് കൺട്രോളിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓഡിയോ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റും ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതാണ് വണ്ടിയുടെ MID എന്ന് പറയുന്നത്. RPM മീറ്റർ ഇതാണ് വണ്ടിയുടെ RPM മീറ്റർ. 8000 RPM വരെയാണ് വണ്ടി കൊടുത്തേക്കുന്നത്. നമുക്ക് വണ്ടി 5000 RPM വരെ വണ്ടി റേസ് ആവുന്നുണ്ട്. 5000 RPM വരെ വണ്ടി പോകുന്നുള്ളൂ. അതേപോലെ തന്നെ ഇത് ഡിജിറ്റൽ സ്പീഡോമീറ്റർ ആണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇതിന്റെ അഡ്ജസ്റ്റ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഫ്യൂല് ലെവലറും കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹീറ്റ് ടെമ്പറേച്ചർ ഹീറ്റ് അഡ്ജസ്റ്റ് കൺട്രോൾ ലെവലറിനും കാണിച്ചിട്ടുണ്ട്. ഇത് മുമ്പോട്ടാക്കിയാൽ നമ്മുടെ ഡിസ്റ്റൻസ് MT നമ്മൾ ഓട്ടിച്ച ടൈം നമുക്കായിട്ട് നമുക്ക് ഗിയർ ലെവലറും കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഈ MID കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ വണ്ടിക്ക് വരുന്നുണ്ട്. നമുക്ക് ഇതിലായിട്ട് നോക്കുന്ന സമയത്ത് ആവറേജ് ഫ്യൂൽ ഇപ്പൊ വണ്ടിക്ക് ആവറേജ് കാണിച്ച് വയ്ക്കുന്ന ഫ്യൂൽ എന്ന് വെച്ചാൽ 11.3 km/ലിറ്റർ ആണ്. അതേപോലെ തന്നെ ഡ്രൈവർ ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് ഡിസ്റ്റൻസ് ടു MT 2 ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലോട്ട് പോകാം. ഇതാണ് വണ്ടിയുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് നിങ്ങൾക്ക് വെയിലടിക്കുന്നതുകൊണ്ട് വിസിബിലിറ്റി കുറച്ച് കുറവായിരിക്കും എന്നറിയാം, എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു 4.2 ഇഞ്ചാണ് ഈ വണ്ടിയുടെ ഈ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വന്നിരിക്കുന്നത്. ഒരു ഈ MID ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു പിയാനോ ബ്ലാക്ക് ട്രീറ്റ്മെന്റിലാണ് വണ്ടിയുടെ ഇന്റീരിയർ വന്നിരിക്കുന്നത്. നമുക്ക് അതിൽ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ മ്യൂസിക് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 സ്പീക്കറും 2 ട്വിറ്ററും ആണ് വരുന്നത്. 1, 2 ട്വിറ്റർ, പിന്നെ 4 ഡോറിലായിട്ട് 4 സ്പീക്കർ വരുന്നുണ്ട്. ഇത് ഇവിടെ നിന്നാണ് നമുക്ക് വണ്ടിയുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ്, വയർലെസ് ആപ്പിൾ കാർപ്ലേ എല്ലാം കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ കിയ കണക്ട് എന്നുള്ള ആപ്പ് യൂസ് ചെയ്ത് നമുക്ക് ഇതിൽ അല്ലാതെയും കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ അതിന്റെ തൊട്ട് താഴോട്ട് ഇടുന്ന സമയത്ത് നമുക്ക് AC വെൻസ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. ഫുള്ളി ഇവിടെ ആയിട്ട് നമുക്ക് അതിന്റെ ഒരു ഡിജിറ്റലായിട്ട് നമുക്ക് കാണിക്കുന്ന രീതി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹസാർഡ് ഓൺ ഓപ്ഷൻ ബട്ടൺ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓഫാക്കിയാൽ ഓൺ ആക്കിയാൽ ഇതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ AC വെൻസ് വന്നിരിക്കുന്ന ഒരു പ്രീമിയം ലുക്കിലാണ്. ഒരു ക്രോം സ്റ്റൈലിഷ് വരുന്നുണ്ട്. നമ്മൾ ചുറ്റും ഒരു ബേജ് ട്രീറ്റ്മെന്റ്, അതിന്റെ അകത്തായിട്ട് നമുക്ക് ക്രോമിന്റെ ഒരു എലമെന്റ്സും കൊടുത്തിട്ടുണ്ട്. അതിന്റെ അകത്തായിട്ടാണ് നമുക്ക് AC വെൻസ് വന്നിരിക്കുന്നത്. അത്യാവശ്യം കാണാൻ ഒരു പ്രീമിയം ലുക്കുള്ള ഒരു AC വെൻസ് ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. താഴെയായിട്ട് നമുക്ക് ചെറിയൊരു ഫോൺ വയ്ക്കാനുള്ള ഒരു സ്റ്റോറേജ് കമ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ഒരു USB പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു USB ചാർജിങ് സോക്കറ്റും വണ്ടിക്ക് വരുന്നുണ്ട്. നമുക്ക് കീയും വേറെ സ്റ്റോറേജ് സ്പേസ് ഒരുപാട് വണ്ടിക്ക് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്കൊരു ഫോൺ നോക്കി. ഇതാണ് വണ്ടിയുടെ
ഗിയർ നമ്പർ എന്ന് പറയുന്നത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയിൽ ക്ലച്ച് വരുന്നില്ല, പക്ഷെ നമുക്ക് വണ്ടിക്ക് ഗിയർ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ IMT ട്രാൻസ്മിഷൻ ആണ്, ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ. നമ്മൾ ഫസ്റ്റ് ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ മതി ഗിയർ മാറാൻ. ഫസ്റ്റ് ഇട്ടാ ഇപ്പൊ വണ്ടി ക്ലച്ച് എൻഗേജ് ആയി, പക്ഷെ നമ്മൾ വണ്ടി ബ്രേക്കിന് കാലെടുത്ത വണ്ടി മുമ്പോട്ട് പോകും. ഇതാണ് വണ്ടിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഈ 1 ലിറ്റർ ടർബോ IMT ഗിയർ ബോക്സിന് വന്നേക്കുന്നത്. ഇവരായിട്ട് നമുക്കൊരു ക്രോം ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഗിയർ ബോക്സിന് ആയിട്ട് ഒരു ക്രോം ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ് വണ്ടിക്ക് വരുന്നത്. ഇവിടെയായിട്ട് രണ്ട് കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കീ വേണമെങ്കിൽ നമുക്കാണെങ്കിൽ ഇതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇവിടെ ആയിട്ട് കറക്റ്റ് ആയിട്ട് വണ്ടിയുടെ കീ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ കൊറോണ ടൈമിൽ വാങ്ങിയ ഇതാണ്, ഡോണ്ട് മൈൻഡ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് വേറെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു ആംറസ്റ്റ് വരുന്നുണ്ട്, ഫംഗ്ഷണൽ ആംറസ്റ്റ് വരുന്നുണ്ട്. അതിന്റെ അകത്ത് ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇതൊക്കെ എന്തോന്ന് പടച്ചോനെ, ഇത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും നമുക്ക് വരുന്നുണ്ട്. ഇതാണ്. പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഏറ്റവും മെയിൻ സ്പെഷ്യാലിറ്റി, യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ഇന്ത്യൻസിന്റെ ഫേവററ്റ് ആയ സൺറൂഫ് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. ഇത് സിംഗിൾ സൺറൂഫ് ആണ്, പനോറാമിക് അല്ലെ, നോർമൽ സിംഗിൾ സൺറൂഫ് ആണ്. പക്ഷെ അത്യാവശ്യം ഇന്ത്യൻസിന് ഏറ്റവും ഫേവററ്റ് ചെയ്ത് നമ്മളെന്തായാലും റിയൽ ലൈഫിൽ നമുക്ക് അതിന്റെ യൂസബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. പക്ഷെ നമ്മൾ ഒരു ലുക്ക് വൈസിന് ഇത് ഭയങ്കരമായിട്ട് നമ്മള് ആകർഷിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇതിന്റെ ഈ ഒരു സിംഗിൾ സൺറൂഫ് എന്ന് പറയുന്നത്. നമുക്ക് തൽക്കാലത്തേക്ക് വണ്ടി ക്ലോസ് ചെയ്ത് വെക്കാം, വേണമെങ്കിൽ നമുക്ക് തുറന്നു കുറച്ച് വെട്ടം കയറട്ടെ. പിന്നെ എവിടെയായിട്ട് നമുക്ക് വണ്ടിയുടെ IRVMs വരുന്നുണ്ട്. ഓട്ടോ അല്ല, മാനുവലി അഡ്ജസ്റ്റബിൾ IRVMs ആണ് വരുന്നത്. അതേപോലെ തന്നെ എവിടെയായിട്ട് നമുക്കൊരു 2 ഹാലജൻ ലൈറ്റ്സ് വരുന്ന ഒരു ഇതുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നിൽക്കിയാൽ ഇങ്ങനെ ഒക്കെ ഓണാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതായിട്ട് നിൽക്കി ഓണാക്കാൻ പറ്റും. എവിടെയായിട്ടാണ് നമ്മുടെ സൺറൂഫ് ഓപ്പൺ ചെയ്യുന്നതിന്റെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അതായിട്ട് ഇവിടെയായിട്ട് നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സൺവൈസർ ഓപ്പൺ ചെയ്താൽ നമുക്കൊരു ടിക്കറ്റ് ഹോൾഡർ വരുന്നുണ്ട്. പാസഞ്ചർ സീറ്റിന്റെ അവിടെ നോക്കിയാൽ നമുക്കൊരു മിറർ വരുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ടിക്ക് 2 എയർ ബാഗ്സ് ആണ് വരുന്നത് ഫ്രണ്ടിലും. ഇത് ഇതിന് ശേഷം വന്നിരുന്ന മോഡലിലൊക്കെ എനിക്ക് തോന്നുന്നു 6 എയർ ബാഗ്സ് എല്ലാ കമ്പനിക്കും വേണമെന്നൊരു നിബന്ധന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ വണ്ടിക്ക് തൽക്കാലം 2 എയർ ബാഗ്സ് വരുന്നിട്ടുള്ളൂ. ഇവിടെയായിട്ട് നമുക്കൊരു ഷോണറ്റിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ലെതർ പ്രീമിയം ടച്ചുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് വണ്ടിക്ക് വന്നിരുന്നത്. അത്യാവശ്യം പ്രീമിയം ടച്ചുള്ള ഒരു സീറ്റ്സും കാര്യങ്ങളും. വണ്ടി കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്കാണ് നമുക്ക് വണ്ടി തരുന്നത്. ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ വേറെയുള്ള കാര്യമാണ്. നമുക്ക് കണ്ടിട്ട് തോന്നുന്നു ഇവിടെ ഇല്ല, നമുക്ക് ഇവിടെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോക്ക് ചെയ്താൽ അതും. പിന്നെ അതേപോലെ തന്നെ സ്പ്രിംഗ് ലോഡ് ഗ്രാബ് ഹാൻഡിൽ വണ്ടിക്ക് വരുന്നുണ്ട്. ഇതാണ് ഇതൊക്കെ. ഈ മാറ്റൊക്കെ നോക്കേണ്ടത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് അതിന്റെ ഓണർ കയറ്റിയിരിക്കുന്നതാണ്. ഇനി നമുക്ക് വണ്ടിയുടെ ബാക്കിലെ വിശേഷങ്ങളൊക്കെ നോക്കാം. ജസ്റ്റ് ഒന്ന് AC taking guys, it's pretty hot here. നമുക്കിനി ബാക്കിലത്തെ ഫീച്ചേഴ്സ് നോക്കാം. ബാക്കിലോട്ട് പോകുമ്പോൾ എൻ്റെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള എനിക്ക് എൻ്റെ ബാക്ക് സീറ്റാണ്. നമുക്ക് അതൊന്ന് ഒരു രീതി കാണിച്ചു തരാം. ഏറ്റവും റോബോട്ട് നീക്കിയിട്ടേക്കാണ്. ഈ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റിന് മാത്രമേ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുള്ളൂ. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നില്ല. ഇനി നമുക്ക് ബാക്കിലോട്ട് പോകുന്ന സമയത്ത് ഇതാണ് ഗൈസ് വണ്ടിയുടെ ബാക്ക് ഡോർ എന്ന് വെച്ചാൽ ഇത് ആക്സസറീസ് ആയിട്ട് കയറ്റിയിരിക്കുന്ന ഒരു സൺവൈസറാണ്. സൈഡ് സൺവൈസറാണ്. റിയർ പാസഞ്ചേഴ്സിന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള സൺവൈസറാണ്. ഇതാണ് ബാക്കിലത്തെ ഒരു സീറ്റ് ലുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് കംഫർട്ട് കുറച്ച് കുറവായിരിക്കും. ബിക്കോസ് വണ്ടിയുടെ ഈ ബാക്ക് സ്പേസ് എന്ന് വെച്ചാൽ കുറച്ച് കുറവാണ്. ഇപ്പം ഈ സീറ്റ് ഞാൻ ഏറ്റവും പുറകോട്ട് ഇട്ടേക്കാണ്. പക്ഷെ ഈ നമ്മുടെ കാലൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് അൺകംഫർട്ടബിൾ ആണ് ഈ ബാക്ക് സീറ്റ് ഇരിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഫ്രണ്ട് സീറ്റ് നമുക്ക് ഓട്ടിക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല, പക്ഷെ ബാക്ക് സീറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് ചെറിയ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഡ്രൈവർ സൈഡിലും ഡ്രൈവറിന്റെ ബാക്കിലും നമുക്ക് ടിക്കറ്റ് ഹോൾഡർ വരുന്നുണ്ട്. അതേപോലെ തന്നെ റിയർ AC വെന്റ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു USB ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇതാണ് ബാക്കിയുള്ള 4 സീറ്റിലെയും ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വണ്ടിക്ക് വരുന്നത്. സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റബിൾ അല്ല വരുന്നത്. അതൊരു വണ്ടിയുടെ നെഗറ്റീവാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ്. പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടിക്ക് റിയർ ആം റെസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ 2 ബോട്ടിൽ ഹോൾഡറും അല്ലെങ്കിൽ വേണമെങ്കിൽ ഗ്ലാസ് ഹോൾഡർ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിളിക്കാം, അത് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ ഇതാണ് വണ്ടിയുടെ ബാക്ക് മൊത്തത്തിൽ ലുക്ക് എന്ന് വെച്ചാൽ കാണാൻ അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള നിങ്ങൾക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. 2021 ഇറങ്ങിയിട്ടും ഇപ്പോഴും വണ്ടി ആ ഒരു പുതുമ, ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ റിയറിലായിട്ട് നമുക്ക് ചെറിയൊരു ലൈറ്റ് വരുന്നുണ്ട്. സ്പ്രിംഗ് റോഡ് ഹാൻഡിലാണ്. ഇവിടെ ആയിട്ട് നമുക്ക് ചെറിയൊരു ഹുക്ക് വരുന്നുണ്ട്. നമുക്ക് വണ്ടിയുടെ ബോണറ്റ് തുറന്നിട്ട് ഇതിന്റെ എഞ്ചിനിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി. ഇവിടെ ആയിട്ടാണ് ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന ഒരു ലിവർ വന്നേക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് പെട്രോൾ ടാങ്ക് ഓപ്പൺ ചെയ്യുന്ന ലിവർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ
ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ടൈമില് കുറച്ച് ടാസ്ക് ആണ് ഗൈസ്. ഇതിന്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്ന അത്യാവശ്യം നല്ല ഹെവിയാണ്. നല്ല ഹെവി ആയിട്ടാണ് ഇതിന്റെ ബോണറ്റ് വന്നേക്കുന്നത്. ഇതാണ് ഗൈസ് ഇതിന്റെ 1 ലിറ്റർ ടെർബോ GDI എഞ്ചിൻ 4 സിലിണ്ടർ വണ്ടിയാണ്. ഇതിന്റെ എഞ്ചിൻ സ്റ്റോക്ക് വയ്ക്കുകയാണെങ്കിൽ 1 ലിറ്റർ TGDI ടെർബോ പെട്രോൾ 998 cc 118 HP അറ്റ് 6000 RPM. അതേപോലെ തന്നെ ടോർക്ക് നോക്കുകയാണെങ്കിൽ 172 NM അറ്റ് 1500 to 4000 RPM വണ്ടിക്ക് വരുന്നത്. ഈ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 45 ലിറ്റർ ആണ് ഈ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ സേഫ്റ്റി ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 എയർ ബാഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ABS CBT ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. ഫ്രണ്ടില് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്സും ആയിട്ടാണ് വണ്ടി വന്നേക്കുന്നത്. വണ്ടിയുടെ എന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അടുത്ത റിവ്യൂവിൽ നമുക്ക് കാണാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.